നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ചാപ്റ്റർ 4-ലെ കാര്യനിർവഹണ വിഭാഗം. അതിനകത്ത് കുറച്ച് എസ്സേസ്, ഷോർട്ട് എസ്സേസ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. കാര്യനിർവഹണ വിഭാഗം 3 രീതിയിലാണ്: പ്രസിഡൻഷ്യൽ, പാർലമെന്ററി, അർദ്ധ പാർലമെന്ററി. അപ്പോൾ അതിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ 2 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ ഇത് 3 കൂടി എസ്സേ ആയിട്ടും ചോദിക്കാം. പ്രസിഡൻഷ്യലും അർദ്ധ പാർലമെന്ററിയും അതുപോലെ പാർലമെന്ററി 3 കൂടി എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ: രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി, അതായത് പ്രസിഡന്റ് ആണ് യഥാർത്ഥ ഭരണാധികാരി. നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ല. അധികാര വിഭജനമാണ് അതിന്റെ അടിസ്ഥാനം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന അധികാര വിഭജനമാണ് അതിന്റെ അടിസ്ഥാനം. മന്ത്രിമാർ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടുവാൻ പ്രസിഡന്റിന് അധികാരമില്ല. മൂന്നാമത്തെ രീതിയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. രണ്ടുപേരെയും നേരിട്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, പ്രധാനമന്ത്രി ഭരണത്തലവനായിരിക്കും. അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, പ്രധാനമന്ത്രി ഭരണത്തലവനായിരിക്കും. പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അധികാരമുണ്ട്. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് വിധേയത്വമുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇത് 3 ഈ 2 മാർക്കിനും 3 മാർക്കിനോട്ട് സെപ്പറേറ്റും ചോദിക്കാം, എസ്സേ ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ ഷോർട്ട് എസ്സേ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. അതിനകത്ത് ആരൊക്കെയുണ്ട്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. അപ്പോൾ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കുന്നത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും തരും, താഴെ ഗവർണറും തരും. ബാക്കിയുള്ളത് ഫില്ലപ്പ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് ഇനി ഒരു 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യതകൾ. പ്രസിഡന്റിന്റെ യോഗ്യതകൾ അതെന്തായിരിക്കും? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. ഇനി ഒരു വാക്കാണ് ഇംപീച്ച്മെന്റ്. അതിന്റെ മീനിങ് എന്താണ്? പ്രസിഡന്റിനെ നീക്കം ചെയ്യൽ. അപ്പൊ ഇംപീച്ച്മെന്റ് എന്താന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇംപീച്ച്മെന്റ്. ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് നടപടികളിൽ കൂടി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭരണഘടനാ ലംഘനത്തിന് മാത്രമാണ് പ്രസിഡന്റിനെ ഇങ്ങനെ ഇംപീച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്
4 മാർക്കിൻ്റെയൊക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ 3 പ്രത്യേക സാഹചര്യങ്ങളായിട്ടാണ് അത് ഭരണഘടന നൽകിയിരിക്കുന്നത്. 1, മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും അത് പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ പ്രസിഡന്റിന് കഴിയും. ഇപ്പൊ ഏതെങ്കിലും കാര്യത്തിൽ മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കാനും അത് പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ ആർക്ക് കഴിയും? പ്രസിഡന്റിന് കഴിയും. ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം. ധനബില്ലുകൾ ഒഴികെയുള്ള മറ്റെല്ലാ ബില്ലുകളും പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാം. അതല്ലെങ്കിൽ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം. ദെൻ സാധാരണഗതിയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷികളുടെ തലവനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാതാകുകയും 2 3 നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ പ്രസിഡന്റിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള ആളാണ് പ്രധാനമന്ത്രി. പക്ഷെ ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 2 3 നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചാൽ പ്രസിഡന്റിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയായി നിയമിക്കാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ്, വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യതകൾ. അതും ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത വേണം, ഇന്ത്യയിലെ സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. ഇനി ഈ വൈസ് പ്രസിഡന്റിന്റെ ചുമതലകൾ ഏതൊക്കെ? രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്. രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നു. മരണം, രാജി, ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ പ്രസിഡന്റ് പദവിയിൽ ഒഴിവുണ്ടായാൽ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്നു. മരണം, രാജി, ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ പ്രസിഡന്റ് പദവിയിൽ ഒഴിവുണ്ടാകുമ്പോൾ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്നു. 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും. 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരും. അസുഖത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ പ്രസിഡന്റിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ പ്രസിഡന്റായി പ്രവർത്തിക്കും. പ്രസിഡന്റായി പ്രവർത്തിക്കും. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും. അപ്പൊ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ: ലോകസഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നു. സർക്കാർ നയങ്ങൾ വിശദീകരിക്കുന്നു, പ്രതിരോധിക്കുന്നു. നീതി ആയോഗിന്റെ ചെയർമാനാണ്. അതുപോലെ മന്ത്രിസഭാധ്യക്ഷനും കൂടിയാണ് പ്രധാനമന്ത്രി. സർക്കാർ തലവനാണ്. സർക്കാർ രൂപീകരിക്കുന്നു, വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 74 പ്രകാരം പറയുന്നത് എന്താണ്? കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, വിവിധ തരം മന്ത്രിമാർ. ക്യാബിനറ്റ്. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളും പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. അപ്പോൾ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാരെ ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് പറയും. അവരടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. സഹമന്ത്രിമാർ. വകുപ്പുകളുടെ ഭരണനിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ഉപമന്ത്രിമാർ. അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ, അങ്ങനെ 3 തരം മന്ത്രിമാരാണുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. 1, ബ്യൂറോക്രസിക്ക് പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരിക്കും. ചുമതലാ വിഭജനം നടക്കും. ശ്രേണിക്രമമുണ്ട്. യോഗ്യതാടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനമാണ്. 1,
പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടാവും, ചുമതലകൾ വിഭജിച്ച് നൽകും, ശ്രേണീക്രമമാണ്. അതേപോലെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനമാണ് നടക്കുന്നത്. നെക്സ്റ്റ് സർവീസുകളാണ്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിലും ഒരുപോലെ ബാധകമായ പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെട്ട സിവിൽ സർവീസ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായ പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെട്ട സിവിൽ സർവീസാണ് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര സർവീസ്. കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണവുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സർവീസ്. സംസ്ഥാന സർവീസ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സർവീസ്.